മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് നടന്ന ഫസ്റ്റ് ടാസ്ക്, അതായത് ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള 2 സഹായികളെ നിർണയിച്ചുകൊണ്ട് തുടങ്ങിയ ടാസ്ക്. ഈ ടാസ്കിൽ താങ്കൾ പരാജയപ്പെട്ടാൽ ഇനി അങ്ങോട്ട് ബിഗ് ബോസ് പറയുന്ന ദിവസം അത്രയും ഒരു ഇരുട്ടറയ്ക്കുള്ളിലായിരിക്കും എന്ന ബോധ്യത്തോടെ മുന്നോട്ട് കളിക്കുന്ന മത്സരാർത്ഥികൾ. ഏതായാലും എവിക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നുമല്ല, അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ ബിഗ് ബോസ് വീട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മത്സരാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു ടാസ്ക് നടന്നപ്പോൾ സംഭവിച്ചത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഊഹിച്ചിരുന്ന നമ്മുടെ അനീഷിന്റെ ടീമിനായിരുന്നു സംഭവിച്ചത്. അതായത് അപ്പാനി ശരത്ത് അനുമോൾ ടീം. പിന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനും ബഹളവും എല്ലാം വെച്ചത് നമ്മുടെ ഷൈത്തയും അതുപോലെ ബിൻസിയുമാണ്. അവർ രണ്ടുപേരും കളിച്ചത് രേണു സുധിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് എന്ന് തോന്നിയത് നെവിൻ ആയിരുന്നു. നെവിൻ നന്നായിട്ട് തന്നെ ഒരു തന്ത്രപരമായിട്ട് ആ മഡിലേക്ക് അങ്ങനെ മൊത്തത്തിൽ പൊതിച്ചൊരു കിടന്നു. അങ്ങനെ കുറെ അള്ളിമാന്തി എടുത്തു. പിന്നെ ബാക്കിയെല്ലാം പെർഫോമൻസിൽ ആര്യൻ നന്നായി പെർഫോം ചെയ്തു. ആര്യൻ നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റെന ഫാത്തിമ ആര്യനെയും ജിസേലിനെയും ഒന്നിച്ച് ഒറ്റ ടീമിലിട്ട് ആദ്യമേ തൂക്കി. അപ്പോൾ ആ പറഞ്ഞ ബുദ്ധിയോടെ ഫലിച്ചു. അപ്പോൾ ഏകദേശം ഈ പറയുന്നതൊക്കെ നമുക്കൊരു നോർമൽ ടാസ്ക് എന്നുള്ള രീതിയിൽ കണ്ട് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇന്ന് നടന്നതിനകത്ത് കുറച്ചധികം കള്ളത്തരങ്ങളുണ്ട്. കുറച്ചൊക്കെ ബിഗ് ബോസ് മനഃപൂർവ്വം ഇതിവിടെ ഇങ്ങനെ ചെയ്യും, ഇവരിങ്ങനെ ചെയ്യൂ എന്നറിഞ്ഞുകൊണ്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറേയൊക്കെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു കൂടുതൽ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ലൈവിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും നോക്കിയിരുന്നത് അപ്പാനി ശരത്തിനെയും അനുമോളയുമായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഒരു 20 താക്കോലെങ്കിലും കാണും. ആ വെള്ളത്തിൽ നിന്ന് 20 താക്കോലോളം വരുന്നത് ഓരോന്ന് എടുത്തോണ്ട് വന്ന് ആ പൂട്ട് തുറക്കാൻ ശ്രമിച്ചതിൽ അപ്പാനി ശരത്ത് മനഃപൂർവ്വം ലാഗ് ചെയ്തു. അതായത് മൊത്തം കിട്ടിയ 6 മിനിറ്റിൽ 3 മിനിറ്റോളം അപ്പാനി ശരത്ത് ഈ പൂട്ട് തുറക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. പക്ഷേ അനുമോൾക്ക് അത്തരത്തിലുള്ള ചീറ്റിംഗ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊരു സംശയമാണ്. വളരെ ക്ലോസ് ഒബ്സർവേഷൻ, ഒരു രണ്ടാമതൊന്നും കൂടി ഒന്ന് പോയി കണ്ടാൽ അപ്പാനി എടുത്തെടുത്ത് പറയുന്നുണ്ട്, കിട്ടിയാൽ മതി, അതൊരു ഭാഗ്യമാണ്, കിട്ടിയാൽ ഓക്കെ. അപ്പാനി ശരത്തിന്റെ ഒരു ഓൺ നേച്ചർ അങ്ങനെയാണോ എന്ന് പോലും തോന്നിപ്പോകും. അതല്ലെങ്കിൽ അനീഷിനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് അപ്പാനി ചെയ്തതായിരിക്കാം. ഏതായാലും ശരി, ആ ഹൗസിൽ ഒരു ഗെയിമർ എന്നതിനപ്പുറം അനീഷിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അപ്പാനിയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പാനിയുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ട്. അപ്പാനിയുടെ ഈഗോ ഹേർട്ടാവുന്ന അത്രയും ഈഗോ മാത്രമേ അപ്പാനിക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. അനീഷ് പ്രത്യേകിച്ച് അപ്പാനിയോടൊന്നും ചെയ്തിട്ടല്ല, പകരം അദ്ദേഹത്തിന്റെ ഒരു വിചാരം, കൂട്ടത്തിൽ സിനിമയിലൊക്കെ അഭിനയിച്ചത് താങ്കളാണ്, ഒരു അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു വലിയ ഫേമസ് സിനിമയിൽ ഞാനും പാർട്ടായിരുന്നു, അപ്പൊ എന്നോടാണ് ഇവർക്കൊക്കെ കുറച്ച് റെസ്പെക്റ്റ് വേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഷാനവാസൊക്കെ അപ്പാനിയെ കുറച്ച് പുകഴ്ത്തി തള്ളുന്നുണ്ടായിരുന്നു, ഒരു സെൽഫി എടുത്ത മാറ്ററൊക്കെ. പക്ഷേ ഈ പറയുന്ന ഇത്രയും, അതായത് അനുമോളൊക്കെ കുറച്ചുകൂടെ സെലിബ്രിറ്റീസ് ഒക്കെ ആണല്ലോ, പക്ഷെ ഒന്നുമല്ലാത്ത അനീഷിന് തന്നെ പുച്ഛം, ആ ഒരൊറ്റ കാര്യം മതി അപ്പാനിക്ക് ഈഗോ ഹേർട്ട് ആവാൻ. അപ്പോൾ ആ അപ്പാനി ഒരിക്കലും അനീഷിനെ ഹെൽപ്പ് ചെയ്യില്ല. ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ അടയ്ക്കുക, അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും ഈസി ആയിട്ട് എന്തായാലും അനീഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അനീഷിനെ ഇവിടെ ചവിട്ടാൻ കിട്ടുന്ന ദിവസം, ആ നിമിഷം അത് ഉപയോഗിക്കുക എന്ന് അപ്പാനി ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആ ലൈവ് കണ്ടപ്പോൾ തോന്നിയത് അവിടെയാണ്. എന്നാൽ താക്കോല് കിട്ടിയതിനു ശേഷമുള്ള 3 മിനിറ്റിൽ 3 കോയിൻസ് എടുക്കാൻ അനുമോളിന് സാധിച്ചു. വെപ്രാളം കൂടിപ്പോയത് കൊണ്ട് ആ ഒരു പൂട്ട് തുറന്ന് ബോക്സിൽ നിന്നും കുറച്ചധികം സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ഇടണമായിരുന്നു. അതൊക്കെ ധരിക്കുന്ന സമയങ്ങളും, ആദ്യം കയറി ഇതൊന്നും ഇടാതെ മഡിലേക്ക് കയറി ചാടിയതും പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങേണ്ടി വന്നതുമൊക്കെ ആ ഒരു അനുമോളിന്റെ വെപ്രാളത്തിൽ സംഭവിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറം അനുമോൾ മനഃപൂർവ്വം ചീറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, ഒരു ടീം സ്പിരിറ്റിൽ നിന്ന് കളിക്കുമ്പോൾ, ഒരു ഗെയിം കളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന്റെ റിസൾട്ടിനെ കുറിച്ചോ ഒന്നും ആയിരിക്കത്തില്ല, മാക്സിമം മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അഡ്രിനാലിൻ പമ്പാണ് അവിടെ എല്ലാവർക്കും തോന്നുക. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അനുമോളിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഒരുപാട് റിയാലിറ്റി ഷോയിൽ ഒരുപാട് മത്സരങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അനുമോൾക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നി. പിന്നെ അതായത് അനീഷിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇത്രയും കിണഞ്ഞ് പരിശ്രമിച്ചത്. പക്ഷെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ ആയിരുന്നില്ല. ബിഗ് ബോസ് ചോദിച്ചു, അവിടെയുള്ള മറ്റ് ഹൗസ് മേറ്റ്സ് ചോദിച്ചു,
അനീഷ് എങ്ങനെയുണ്ടായിരുന്നു, അനീഷിന് എത്ര കിട്ടി, ഏറ്റവും കുറഞ്ഞത് അനീഷിനാണല്ലോ, അനീഷിന് 3 കിട്ടിയോളോ, തുടരെ അനീഷിനെ ചൊടിപ്പിക്കും പോലെ ചോദിച്ചപ്പോഴും എൻ്റെ ടീം നല്ല ടീമാണ് എന്ന് എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. വളരെ മനോഹരമായിട്ട് ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ടും വ്യക്തികളായിട്ടും അനീഷ് കണ്ടു എന്ന് അനീഷ് അവിടെ തെളിയിച്ചു തരികയാണ്. അപ്പോൾ അവരുടെ ഗെയിം, അപ്പാനിയുടെ ഗെയിമോ അനുമോളുടെ ഗെയിമോ രണ്ടും രണ്ടായിക്കോട്ടെ, പക്ഷെ അനീഷിനൊരൊറ്റ ഗെയിമേ ഉള്ളൂ, അത് ബിഗ് ബോസ് ആണ്. അല്ലാതെ ബിഗ് ബോസ് ഹൗസിനകത്തെ ടാസ്ക് അല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിൽ ഇടം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ബിഗ് ബോസിൽ നിന്ന് മാത്രം ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പട്ടമുണ്ട്, ഒരു രാജാവ് പട്ടം. അതിലേക്ക് തന്നെ ലക്ഷ്യമിടുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ആ ഒരു 1ാം സ്ഥാനം തനിക്ക് അർഹനാണ്, താൻ 1ാം സ്ഥാനത്തിന് അർഹനാണെന്ന് എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തി. ആ ഒരു കഴിഞ്ഞ ദിവസം പണിപ്പുര ടാസ്കിനകത്ത് വന്നപ്പോൾ പോലും ഒരൊറ്റ വ്യക്തി പറഞ്ഞില്ല ആര്യൻ അല്ലാതെ. ആര്യൻ 1 അല്ലെങ്കിൽ 2 എന്നാണ് പറഞ്ഞത്. അനീഷ് ഒരൊറ്റ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു, എനിക്ക് 1ാം സ്ഥാനം വേണം, ഞാനാണ് അതിന് അർഹതപ്പെട്ടത്, ഞാൻ 1ാം സ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കണ്ടത്. ഇവർ സഹായിച്ച് കളിച്ചു തരുന്ന ഈ പറയുന്ന സ്ഥാനത്തെക്കാൾ നല്ലത് രണ്ടും എൻ്റെ ശത്രുക്കളാണ്, ആ 2 ശത്രുക്കളും എന്നെ ചതിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്നാണ് അനീഷിനോട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അനീഷ് എന്തായാലും ഒന്നും കാണാതെ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അനീഷിന്റെ കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടെ ക്ലാരിറ്റീസ് ഒക്കെ വരാനുണ്ട്. ബിഗ് ബോസ് ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ അടുത്ത ഗെയിമുകൾ, നാളെ തൊട്ടുള്ള അടുത്ത ഗെയിമുകൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കണം. ഇപ്പോൾ നിലവിൽ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്, ശാരിക ഉൾപ്പെടെ കുറച്ചു പേരൊക്കെ അവരുടെ പേഴ്സണൽ സ്റ്റോറി പറയുന്ന ഒരു തീമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് രേണുസുതി. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമായിരുന്നു രേണുസുതിക്ക്. രേണുസുതി പ്രാർത്ഥിച്ചു കയറിയ, കൂടെ കൊണ്ടുവന്ന ആ ഒരു സുധിച്ചേട്ടൻ്റെ ആത്മാവ് അനുഗ്രഹിച്ചു എന്നൊക്കെ രേണുസുതി തന്നെ അവിടെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ രേണുസുതി ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ബിൻസിക്ക് ഫസ്റ്റ് തന്നെ താക്കോല് കിട്ടുന്നു. ആദ്യം താക്കോല് കിട്ടി തുറന്ന് ആ മഡിലേക്ക് ചാടാൻ പറ്റിയത് ഷൈത്യയ്ക്കായിരുന്നു. അവർ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ എങ്കിലും ഞാൻ കരുതി രേണുസുതി ആണ് ഭയങ്കരമായിട്ട് കോയിൻസ് കളക്ട് ചെയ്തത് എന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആര്യൻ ജിസേൽ ടീമായിട്ടുള്ള നമ്മുടെ റെന ഫാത്തിമയ്ക്കാണ് ആ കോയിൻസ് കൂടുതൽ കിട്ടുന്നത്. 15 കോയിൻസ് ആണ് റെന ഫാത്തിമയ്ക്ക് കിട്ടിയത്. പിന്നെ അതിനുശേഷം സരികയ്ക്കാണ് കിട്ടുന്നത്. സരികയ്ക്ക് 14. അതിനകത്താണ് നെവിൻ വരുന്നത്. നെവിൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു ഇന്നത്തേത്. പിന്നെ വരുന്നതിനകത്ത് ശാരികയ്ക്ക് 9 ഉള്ളായിരുന്നു. രേണുസുതിക്കും ഒനീലിനുമൊക്കെ 12ഓളം വരുന്നുണ്ട്. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് അനീഷിനാണ്. അനീഷിന്റെ കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചതിയാണോ, ഒരു കള്ളത്തരമാണോ, ഒരു വിശ്വാസവഞ്ചനയാണോ, അതോ അനീഷ് മനഃപൂർവ്വം ഈ ഗെയിമിനെ അനീഷിന്റെ പ്ലേറ്റിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ? അപ്പോൾ ഏതായാലും ശരി, ഈ ഗെയിമിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്തത് അനുമോളിനെയും നമ്മുടെ അപ്പാനീനെയും ആയതുകൊണ്ട് അവർ തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ ആ ക്ലിപ്പ് എടുത്തിട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ എൻ്റെ ഈ പറഞ്ഞ റിവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് അപ്പാനി മനഃപൂർവ്വമാണോ, അപ്പാനിക്ക് സംഭവിച്ചു പോയതാണോ? കാരണം അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അപ്പാനി അനീഷിനോട് പറയുന്നുണ്ട്, ഒന്നും തോന്നിയില്ലല്ലോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ നന്നായിട്ട് കളിച്ചു, ഞങ്ങൾ നന്നായിട്ട് ചെയ്തു. പിന്നെ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ, കട്ട എക്സ്പ്രഷൻസ് ആയിരുന്നു. ആ താക്കോല് കിട്ടിയ ഉടനെ അനുമോൾ എടുത്ത് നന്നായിട്ട് ചാടുന്നുണ്ട്, എടുത്ത് പൊങ്ങി ചാടുകയാണ് ചെയ്തത്. എനിക്ക് അനുമോളെ ആ എക്സ്പ്രഷൻസും അഭിനയവും എനിക്ക് അറിയത്തില്ല, എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ കാണിക്കാതെ, അതായത് ലൈവും എഡിറ്റ് ആണല്ലോ, അതിൽ കാണിക്കാതെ പിന്നെ എപ്പോഴെങ്കിലും ആ ക്ലിപ്പ് നമ്മളെ ഒന്ന് കാണിച്ച് സസ്പെൻസ് തരുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അനുമോളുടെ കാര്യത്തിൽ വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പാനി കള്ളത്തരം കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലാരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുവിധം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് റിവ്യൂ ഉണ്ടാവത്തില്ല. ഇന്ന് ഞാനും കാത്തിരുന്ന ഒരു റിവ്യൂ അത് ഈ പറയുന്ന ടാസ്കിൻ്റെതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ റിവ്യൂ നിങ്ങൾക്ക് വെൽക്കമിങ് ആണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പാനിയുടെയും അനുമോളിൻ്റെയും അതുപോലെ അനീഷിൻ്റെയും ഗെയിം എത്രത്തോളം മനസ്സിലായി, അതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട്,
അനീഷിന്റെ ടോക്സിക് ക്യാരക്ടർ നമുക്കറിയാം. അനീഷിന്റെ കുറച്ചധികം അതായത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ നിലയിൽ കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.